ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14 വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. 15 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ലാഘവത്തോടെ ജീവിക്കേണ്ട ഒരു ജീവിതമല്ല, മറിച്ച് അത് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട ജീവിതമാണ്. അയാൾ സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നാണ് ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്. എന്തുകൊണ്ടാണ് സൂക്ഷ്മത ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത്, കർത്താവിൻ്റെ ഇഷ്ടമെന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് നാം ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടവും നമ്മളുടെ ഇഷ്ടവും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വഴികളും നമ്മുടെ വഴികളും വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വഴികളിലും നമ്മളുടെ ഇഷ്ടത്തിനും നമുക്കൊരവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ നാം ജീവിച്ചില്ല എങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് പറയുന്നത്. സൂക്ഷ്മതയോടെ നടപ്പാൻ നോക്കുവിൻ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സംസാരത്തിൽ ആ സൂക്ഷ്മത വേണം, നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ ആ സൂക്ഷ്മത വേണം, നമ്മുടെ കാഴ്ചപ്പാടുകളിലും ലക്ഷ്യങ്ങളിലും ആ സൂക്ഷ്മത വേണം, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും ഈ സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്തകളെല്ലാം ചിന്തിക്കുവാൻ, ചിന്തകളെ താലോലിക്കുവാൻ നമുക്ക് അർഹതയില്ല, നമുക്ക് അവകാശമില്ല. കാരണം അതിനകത്ത് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളുടെ നിഘണ്ടുവിന് പുറത്താണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾ നാം അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ദൈവഹിതപ്രകാരമാണോ ദൈവേഷ്ടപ്രകാരമാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതേ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം അത് ചിന്തിക്കുകയുണ്ടായി. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ഒരുപക്ഷെ ചീത്തത്തരം അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ഇന്ന് വളരെ വ്യാപകമായി വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകൾ അവര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നടപ്പാൻ നോക്കുവിനെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു സൂക്ഷ്മത ആവശ്യമാണ്. നമ്മുടെ വായിൽ വരുന്നതൊക്കെ പറയുക, വായിൽ വരുന്നതൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ തലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും ചിന്തിക്കുക, നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുക. ഇതൊന്നും ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണങ്ങളല്ല. അങ്ങനെയൊന്നും ജീവിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല. നമുക്ക് സൂക്ഷ്മതയില്ലെങ്കിൽ തെറ്റിപ്പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, അപകടം പിടിച്ച സ്ഥലത്തുകൂടി നാം യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മളുടെ യാത്ര. അതല്ല എങ്കിൽ നമ്മളിപ്പം വളരെ ഒത്തിരി വാഹനങ്ങളൊക്കെ ഓടുന്ന റോഡ് നാം ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്കും ഒക്കെ നോക്കി എവിടെ നിന്നെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച്, അങ്ങനെ വാഹനമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആണ് സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ റോഡ് മുറിച്ച് കിടക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വായിൽ വരുന്നതെല്ലാം സംസാരിക്കാനും, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, മനസ്സിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കിഷ്ടമുള്ളതുപോലെ ചിന്തിക്കാനും, അതുപോലെ സൂക്ഷ്മതയില്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ദൈവമക്കൾക്ക് യോജിച്ച കാര്യങ്ങളല്ല. പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളൊക്കെ ഇതിലൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്ത പൊതുവിൽ വിശ്വാസികൾക്കുണ്ട്. എന്നാൽ ഇവിടെ ഇത് സഭയിലെ അംഗങ്ങൾക്ക് എഴുതുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ്. ഇത് സഭയിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ
ജീവിതത്തിൽ ഓരോ ദിവസവും നാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും നാം വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണോ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. അപ്പോൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. അതുപോലെ തന്നെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികൾ, അതായത് ജ്ഞാനമില്ലാത്ത ആളുകളെ പോലെയല്ല, മറിച്ച് ജ്ഞാനികളായിട്ട് നമ്മൾ നടക്കണം. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് എവിടുന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും ഭക്തിയും അനുസരണവുമാണ് ഒരു വ്യക്തിയെ ആത്യന്തികമായി ജ്ഞാനിയാക്കുന്നത്. അത് ഒരു ഭൗതിക വിദ്യാഭ്യാസം, ഒരു സെക്യുലർ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്ന എന്തെങ്കിലും പരിജ്ഞാനമല്ല, അതല്ലെങ്കിൽ അറിവല്ല. കാരണം നമുക്കറിയാമല്ലോ, ഇത് ഈ ലേഖനം എഴുതുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ന് നമുക്കുള്ളതുപോലെ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ഒരു കാലഘട്ടമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അന്ന് അവരോട് പ്രത്യേകിച്ച് എഫെസോസിലെ സഭ ഒരു ജാതീയ പശ്ചാത്തലം ഉള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ ജ്ഞാനികളായിട്ട് അവരോട് നടക്കണം എന്ന് പറയുമ്പോൾ അത് അവർക്ക് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ജ്ഞാനമാണ് എന്ന് നമുക്കറിയാം. ദൈവം കൊടുക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ് ജ്ഞാനിയായിട്ട് നടക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം അല്ലെങ്കിൽ വശം എന്ന് പറയുന്നത്. ജ്ഞാനം യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ കണ്ടു. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. സഭയ്ക്കുള്ളിൽ മാത്രമല്ല, പുറത്തുള്ളവരോടും ജ്ഞാനത്തോടെ പെരുമാറേണ്ടത് ആവശ്യമാണ്. ജ്ഞാനത്തോടെ പെരുമാറേണ്ടതിന്റെ ആവശ്യകത, പുറത്തുള്ളവരോടും ജ്ഞാനത്തോടെ പെരുമാറേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മുടെ ഓരോ വാക്കുകളെയും, നമ്മുടെ കാഴ്ചപ്പാടുകളെയും, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയും ഒക്കെ പുറത്തുള്ള ആളുകൾ നമ്മെ വിലയിരുത്തുവാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല. പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് പുറത്തുള്ള ആളുകൾ പറയുന്നത് അവരോട് ഇടപെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, അവര് വളരെ പ്രശ്നക്കാരാണ് എന്നുള്ള നിലയിൽ വിശ്വാസികളെ കുറിച്ച് പൊതുവിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിൽ നിന്നും നമ്മളെക്കുറിച്ച്, നമ്മളോട് ഇടപെടുന്നതായിട്ടുള്ള ആളുകൾക്ക് നമ്മെക്കുറിച്ച് വരേണ്ടുന്നതായിട്ടുള്ള ബോധ്യം, നമ്മെക്കുറിച്ച് ലഭിക്കേണ്ടതായിട്ടുള്ള ബോധ്യം എന്ന് പറയുന്നത്, കാരണം അത് നാം വിശ്വസിക്കുന്ന ദൈവവും നാം വിശ്വസിക്കുന്നതായിട്ടുള്ള വിശ്വാസവും അതാണ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നാം വെളിവാക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ ജ്ഞാനത്തോടു കൂടി അല്ല എങ്കിൽ അവര് നമ്മെക്കുറിച്ചും നമ്മുടെ ദൈവത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും തെറ്റായിട്ടുള്ള നിലയിലാണ് മനസ്സിലാക്കുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം ക്രിസ്തീയ മാർഗത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തുവിനെയും ജാതികളുടെ ഇടയിൽ നിന്ദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമാക്കി തീർക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും ഇടപെടേണ്ടത് ആവശ്യമാണ്. കർത്താവ് തന്നെ ഈ ജ്ഞാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരോട് താൻ പറഞ്ഞപ്പോൾ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും, പാമ്പ് ഒരു ബുദ്ധിയുള്ള മൃഗം, ഇഴജാതി എന്നുള്ള നിലയിലാണ് പൊതുവെ പരിഗണിക്കുന്നത്. പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പാമ്പ് ബുദ്ധിപൂർവമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ?
യഥാർത്ഥത്തിൽ പാമ്പ് പാമ്പിന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാമ്പ് പാമ്പിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിയോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി പാമ്പ് ബുദ്ധിപരമായിട്ട് പെട്ടെന്ന് ഓടിപ്പോവുകയോ അല്ല എങ്കിൽ പത്തി വിരിച്ച് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയോ നമ്മളെ അകറ്റാൻ നോക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. പാമ്പിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നാമും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക്, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഏറെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പാകെ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കളങ്കമില്ലാത്തവരും നാം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനം നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനുള്ളൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? സൂക്ഷ്മത്തോടെ മറ്റുള്ളവരോടും സഭയിലും കുടുംബത്തിലുമൊക്കെ ജ്ഞാനത്തോടെ പെരുമാറാൻ, സൂക്ഷ്മതയോടെ പെരുമാറാൻ വേണ്ടുന്നതായിട്ടുള്ള ജ്ഞാനം എനിക്ക് കുറവാണ് കർത്താവേ, അതെനിക്ക് നൽകണം, അതെനിക്ക് വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു യോഗ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം അജ്ഞാനികളായിട്ട് നടന്നാൽ അത് നമുക്കും നമ്മുടെ സഭയ്ക്കും ദൈവനാമത്തിനും അത് വളരെ നിന്ദയായിട്ട് തീരുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. സമൂഹത്തിൽ ഒരു പൊതുനീതിയും പൊതുന്യായവും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പലപ്പോഴും വിശ്വാസികളെ കുറിച്ച് സമൂഹത്തിൽ പറയുന്നതായിട്ടൊരു പരാതി എന്ന് പറയുന്നത് വിശ്വാസികളുടെ നിലവാരം ഈ പൊതുവായിട്ടുള്ള നീതിക്കും ന്യായത്തിനും പോലും ഒക്കുന്നില്ല, അതിനോട് പോലും ചേരുന്നില്ല. അവര് വളരെ വിശ്വാസികളെ കുറിച്ച് അവര് തന്ത്രശാലികളാണെന്നോ ആരുമായിട്ടും ചേരാത്തവരാണെന്നോ എന്നുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ടാവും. അങ്ങനെ ഉന്നയിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളോട് ചേരണം എന്നുള്ളതല്ല, മറിച്ച് നാം സാമാന്യ മനുഷ്യരോട് ദൈവമക്കൾ പ്രകാശം പരത്തുന്നവരായിട്ട് നാം ജീവിക്കുകയും നാം അവരോട് പെരുമാറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ ഉള്ളത് ആയിരിക്കണം. സൂക്ഷ്മത്തോടെ നാം നടക്കണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നാം നടക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ജ്ഞാനികളായിട്ട് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിനും അതിന്റെ താഴെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കതിനെ കാണാനായിട്ട് കഴിയും. ഇത് ദുഷ്കാലമാകയാൽ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് സൂക്ഷ്മതയും ജ്ഞാനവും ഒക്കെ ആവശ്യമുള്ളത്. അപകടം പിടിച്ച സ്ഥലത്തുകൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം വളരെ സൂക്ഷ്മതയോടെ പോകും. നാം ജീവിക്കുന്നതായിട്ടുള്ള ഈ ലോകം യഥാർത്ഥത്തിൽ വളരെ വഷളായിട്ടുള്ള ഒരു ലോകമാണ്. ഇത് ദുഷ്കാലമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ അന്നത്തെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ത്യകാലത്തെ കുറിച്ച് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ആദ്യ നൂറ്റാണ്ട് തന്നെ ദുഷ്കാലമാണ്. അതുപോലെ അന്ത്യകാലഘട്ടം എന്ന് പറയുന്നത് ദുർഘട സമയങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. എങ്ങനെയാണ് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരോട് ജ്ഞാനികളായിട്ട് നടന്ന് ഇടപെട്ട്, അങ്ങനെ ജ്ഞാനികളായിട്ട് നാം അവരോട് ഇടപെട്ട് നടന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ദുഷ്കാലത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അതിന് ശേഷം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. എന്തിനാണ് കർത്താവിന്റെ ഇഷ്ടം നാം ഗ്രഹിക്കുന്നത്? അത് ചെയ്യുന്നതിന് വേണ്ടിയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ദൈവത്തിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ച് അത് അനുസരിക്കുന്നവരായിട്ട് തീരണമെന്നുള്ളത്. കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് പരിശോധിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. കർത്താവിന്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് മുന്നോടിയാണ്. കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് കഴിയുകയില്ലല്ലോ. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്നുണ്ടാകുന്നതെല്ലാം ജഡത്തിൽ നിന്നാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മളങ്ങനെ ശേഷം മനുഷ്യരെ പോലെ എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ നമ്മളൊരു ശേഷം മനുഷ്യരെ പോലെ നമ്മുടെ ജഡത്തിൽ നിന്ന്, നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, നമ്മുടെ ജ്ഞാനത്തിൽ നിന്ന്, നമ്മുടെ ലൗകികമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നൊക്കെ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാലാണ് നാം നിയന്ത്രിക്കപ്പെടുന്നത്. അതിനുശേഷം നാം ഒരു പക്ഷേ അത് ദൈവം തന്ന ആലോചനയാണെന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം എന്നോട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ വചനത്തിൽ നിന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ബഹുഭൂരിപക്ഷവും വ്യാജവും, അവരുടെ ജീവിതം നോക്കിയാൽ അത് അതിനേക്കാൾ വലിയ ഒരു വ്യാജവുമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും. അവരോട് സംസാരിക്കുന്നതൊന്നും ദൈവമല്ല, ദൈവാത്മാവുമല്ല, മറിച്ച് അവരുടെ തന്നെ ഹൃദയത്തിൽ വരുന്നതായിട്ടുള്ള ചിന്തകളെ അത് ദൈവത്തിൽ നിന്നാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് ഗ്രഹിക്കുക? ഓരോ സമയത്തും നമ്മളുടെ ഓരോ തീരുമാനത്തിന് മുമ്പിലും, ഓരോ ചോദ്യങ്ങളുടെയും മുമ്പിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ള ഒരു ചോദ്യം നാം ചോദിക്കാറുണ്ടോ? അതോ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുകയാണോ? അങ്ങനെ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ നാം പറയുന്നതിന് മുമ്പ് ഇത് ദൈവത്തിന്റെ ആലോചനയാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ, ദൈവത്തിന്റെ ഹിതമാണോ, ഇത് ജ്ഞാനത്തോടെയാണോ, സൂക്ഷ്മതയോടെയാണോ ഞാൻ പറയുന്നത് എന്നുള്ളത് പരിശോധിക്കാതെയുള്ള ആ ജീവിത ശൈലിയും മാർഗവും ഒക്കെ വളരെ നമുക്ക് ആത്മീകമായിട്ട് അപകടം വരുത്തി വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ വക ശ്രദ്ധയൊന്നും ഇന്ന് വിശ്വാസകൊള്ളത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഇല്ല എന്നുള്ളതും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ദുഷ്കാലമാകയാൽ എന്ന് നമ്മൾ വായിച്ചല്ലോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തില് അവിടെ 14-ാമത്തെ വാക്യത്തിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പുറമേ ഉള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ തലമുറ വക്രതയും കോട്ടവും ഉള്ള തലമുറയാണ്. അപ്പോൾ തലമുറയിൽ അല്ലെങ്കിൽ ലോകത്തിലേക്ക് നാം നോക്കിയാൽ അവിടെ വക്രതയും കോട്ടവും മാത്രമാണുള്ളത്. എന്നാൽ ആ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ അനിന്ദ്യരെന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുവാനായിട്ട് യാതൊന്നും നമ്മളുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. മറ്റാരും നമ്മെ കണ്ടിട്ട് ശേ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ നിന്ദ്യരായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ വളരെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. കാരണം നാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മക്കൾ, അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നാം നിന്ദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ദിക്കപ്പെടുന്നത് നമ്മെ മക്കളായി സ്വീകരിച്ചിരിക്കുന്ന പിതാവും, നമ്മെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കർത്താവും, അതുപോലെ തന്നെ നമ്മളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവുമാണ് അവിടെ നിന്ദിക്കപ്പെടുന്നത്.
അപ്പോൾ നാം നിന്ദിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയേറെ ആഴങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അനിന്ദ്യരും പരമാർത്ഥികളും അതുപോലെ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും, ദൈവത്തിന്റെ മക്കളുമായിരിക്കണം എന്നുള്ള അതിന് പകരം ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കള്, നിഷ്കളങ്കരാണ് എന്ന് നമ്മളെ കുറിച്ച് പറയുമോ ആരെങ്കിലും? അയ്യോ, അവര് നിഷ്കളങ്കര, അവര് കളങ്കമില്ലാത്തവരാണ്, അവര് ഈ പറഞ്ഞ പോലെ കുതന്ത്രങ്ങളോ അങ്ങനെയുള്ള ബുദ്ധികളൊന്നും ഇല്ലാതെ അവർ നേരെ വാ നേരെ പോ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മളെ കുറിച്ച് ആളുകൾ പറയൂ? അതെയോ നമ്മളോട് എടുക്കുന്നവര് വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ, അവരോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം, അവർ വളരെ അപകടകാരികളാണ്, അവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വ്യത്യാസമാണ്, അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്, അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്, അതിന്റെ പിന്നിൽ മറ്റൊരർത്ഥമുണ്ടാകും എന്ന് പറയുന്ന നിലയിലാണോ ദൈവമക്കളെ സംബന്ധിച്ച് സഭയ്ക്കുള്ളിലും പുറമേയുമുള്ള ആളുകൾ പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് വിശ്വാസികളെ കുറിച്ച് പലപ്പോഴും പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ്. വിശ്വാസികളെ കുറിച്ച് പുറമേ ഉള്ളവർ പറയുന്നത് അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. എന്നാൽ വിശ്വാസികൾ തമ്മിലുള്ള സംസാരത്തിലും അവരുടെ സഹവിശ്വാസികളെ അങ്ങനെ വിശ്വസിക്കരുത് എന്ന് ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഭയിലെ വിശ്വാസികളെ വിശ്വസിക്കാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക? കാരണം അവിടെ സ്നേഹമുണ്ടായിരിക്കണം, സഭയിൽ സ്നേഹമുണ്ടായിരിക്കണം, വിശ്വാസികൾ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ വിശ്വസിക്കാതെ, കൂടെയുള്ള ആളുകളെ വിശ്വസിക്കാതെ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സഭാജീവിതമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനേക സഭകളിലും ആളുകൾ, വിശ്വാസികളല്ലാത്ത ആളുകൾ, അതായത് ആടുകളുടെ വേഷം ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആടുകളല്ലാത്ത ആളുകൾ ധാരാളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കാനും ഒക്കെ നാം ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സ്നേഹത്തെ ചൂഷണം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നാം ചിലപ്പോഴൊക്കെ ചില മേഖലകളിലൊക്കെ ഒരുപക്ഷെ ഒരു മാനുഷിക നിലയിൽ പറഞ്ഞാൽ പരാജയപ്പെടാറുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയുള്ള പരാജയങ്ങളൊന്നും ദൈവവചനപ്രകാരം ദൈവമക്കളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും, ദൈവമക്കൾ എന്ന് വിചാരിച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവം ഒരു കുഴപ്പവും കുറവും വരുത്തുകയില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷെ അത് ദൈവനാമത്തെ പ്രതി നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഉളവാകുന്നതെങ്കിൽ അവിടെ യാതൊന്നും ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല. പക്ഷെ വിശ്വസിക്കാതെയും സ്നേഹിക്കാതെയും ഒരു സഭാജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദൈവമക്കളും നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഒന്നും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണമെന്നാണ്. പ്രിയമുള്ളവരെ, നാമൊക്കെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം പിറുപിറുപ്പുകളും വാദങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വാദവും കൂടാതെ ചെയ്ത് 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജീവന്റെ വചനം എന്നാണ്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതായത് അന്ധകാരം നിറഞ്ഞ, വക്രതയും കോട്ടവും ഉള്ളതായ, ഇരുള് നിറഞ്ഞിരിക്കുന്നതായുള്ള ഈ ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. എങ്ങനെ? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവം മുമ്പാകെയും ലോകത്തിന്റെ മുമ്പാകെയും ജീവിക്കേണ്ട ജീവിതം ഇതാണ്.
പലപ്പോഴും ആളുകൾ പറയുന്നതായിട്ടുള്ള, വിശ്വാസികൾ എന്ന് പറയുന്നവർ പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ഞാൻ ദൈവത്തിന് മുമ്പാകെ എൻ്റെ മനസാക്ഷി ശുദ്ധമാണ്, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല, അതെന്റെ വിഷയമേ അല്ല എന്നുള്ളതാണ്. അതൊന്നും ശരിയല്ല. ആളുകൾ നമ്മെക്കുറിച്ച് അങ്ങനെ തെറ്റായിട്ട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ആളുകൾ നമ്മളെക്കുറിച്ച് വ്യാജമായി പല കാര്യങ്ങളും ഒരുപക്ഷെ പറഞ്ഞേക്കാം, പക്ഷെ അതിനൊന്നും ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളെക്കുറിച്ച് വ്യാജമായി ആളുകൾ മനഃപൂർവ്വം പറയുന്നതാണ് എങ്കിൽ അവർക്ക് തന്നെ, അവർ വ്യാജമായിട്ട് നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നമ്മെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മെക്കുറിച്ച് വ്യാജമായിട്ട് പല കാര്യങ്ങളും പറയുമ്പോഴും അതിനോട് നാം ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ അത് കൂടുതൽ നമ്മളിൽ ഉള്ള പ്രകാശത്തെ അവർ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജ്യോതിസുകളെ പോലെ, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം. പ്രിയമുള്ളവരെ, നാം ദിനംതോറും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് നാം പഠിക്കുന്നതായിട്ടുള്ള ഈ വചനത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ജീവന്റെ വചനം എന്നാണ്. ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന വചനം, അല്ലെങ്കിൽ ജീവൻ നൽകുന്നതായിട്ടുള്ള വചനം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് സത്യത്തിന്റെ വചനത്താലാണ്. പത്രോസ് എഴുതിയ ലേഖനത്തിലും കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നാം പഠിക്കുന്നതായിട്ടുള്ള ഈ വചനം അത് ജീവൻ നൽകുന്നതാണ്. അപ്പോൾ ഒരിക്കൽ ജീവൻ നൽകിയ വചനം, ഇവിടെ നാം പറയുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെ നാം വീണ്ടും ജനനം പ്രാപിച്ചതായിട്ടുള്ള ആ ജീവനുള്ള വചനം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ അനുദിനം നടത്തേണ്ടത്, നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. അതാണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. അപ്പോൾ ജീവന്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നതായിട്ടുള്ള നാം എല്ലാവരും ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പ്രിയമുള്ളവരെ, താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നാം വഴക്കിടുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അത് അങ്ങനെ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്കരും മക്കളുമായി തീരുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് എന്നാണ് നാം ഇന്ന് പഠിച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സൂക്ഷ്മതയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ, ബുദ്ധിയോടെ നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ദുഷ്കാലവും ദുർഘട കാലഘട്ടവും ആയതുകൊണ്ട്, വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയായതുകൊണ്ട് നമുക്ക് ഏറെ ശ്രദ്ധ ആവശ്യമാണ്. അങ്ങനെ ശ്രദ്ധിച്ചല്ല നാം ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന നിന്ന കേവലം നമ്മൾ മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും കർത്താവിൻ്റെ പരിപാടിക്കും കർത്താവിൻ്റെ നാമത്തിനും തന്നെ അത് ചീത്തപ്പേര്, ദുഷ്പേര് ഉണ്ടാക്കുന്നതാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിഹീനരാകാതെ എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ അധ്യായത്തിലും വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി എന്നൊക്കെ നമ്മൾ വായിച്ചു. ഈ വ്യർത്ഥബുദ്ധിയും അന്ധബുദ്ധിയും ഉള്ളതായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലെ ആളുകളാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. ആകയാൽ 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണത്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ.
അപ്പോൾ ജാതികളെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദമാണ് അന്ധബുദ്ധി, വ്യർത്ഥബുദ്ധി എന്നൊക്കെ പറയുന്നത്. ഇവിടെയും ബുദ്ധിഹീനരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ധബുദ്ധിയും വ്യർത്ഥബുദ്ധിയുമാണ് നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഈ അന്ധബുദ്ധികളായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ വ്യർത്ഥബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ബുദ്ധിഹീനരാവരുത്, ജാതികളെ പോലെ ആവരുത്, നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് ഗ്രഹിച്ച് അത് ചെയ്യുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് തോന്നുന്നത് പോലെ ഞായറാഴ്ച ഒരു ദിവസം സഭായോഗത്തിന് പോവുകയും ദിവസം തോറുമുള്ള വചനധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതൊന്നും നമുക്ക് ആത്യന്തികമായി അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയത അവസാനിക്കുന്നില്ല. നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്നുള്ളതിന്റെ തെളിവുമല്ല, മറിച്ച് അത് നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മളുടെ നടപ്പിലൂടെയാണ്, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളിലൂടെയാണ്, നമ്മുടെ വാക്കുകളിലൂടെയാണ്. സർവ്വശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.